ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ചുരിദാറിൻ്റെ കട്ടിങ് വീഡിയോ ആണ്. അതേപോലെ തന്നെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും കട്ടിങ് സ്റ്റിച്ചിങ്ങൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇടുന്നത് കണ്ടൊന്ന് മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങളത് കട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ 2.5 മീറ്റർ ഇത് ഈ ഒരു മെയിൻ തുണി എടുത്തിട്ടുണ്ട്. അതേപോലെ 2.25 മീറ്ററാണ് ഞാൻ ലൈനിങ് എടുത്തിരിക്കുന്നത്. അപ്പം ഇത് രണ്ടും വെച്ചിട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം. നമുക്ക് നല്ല തുണി ആദ്യം ഒന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ലൈനിങ്ങിലാണ് നമ്മൾ കറക്റ്റായിട്ടുള്ള അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് നിവർത്തിയിടാം. ഇതുണ്ടോ, ഇപ്പം ഞാൻ ഇത് രണ്ടായിട്ട് ഒന്ന് മടക്കിയിട്ടിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ രണ്ടായിട്ട് മടക്കിയിട്ടില്ല, ഇതേപോലെ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട്. അതിനെ വീണ്ടും നമുക്ക് ഇതേപോലെ ഒന്നും കൂടെ മടക്കിയെടുക്കാം. ഇതേപോലെ നമ്മൾ ഒന്നും കൂടെ മടക്കിയെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഫോൾഡ് ചെയ്ത ഭാഗം നമ്മുടെ വശത്തേക്ക് വരുന്ന രീതിയിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഓക്കെ, 1 2 3 4 ഇതേപോലെ നമ്മളൊന്ന് മടക്കിയിടുക. നമുക്ക് ഇതാണ് നീളമായിട്ട് വരുന്ന ഭാഗം. ഇത് നമ്മളുടെ വണ്ണമൊക്കെ അടയാളപ്പെടുത്തുന്ന ഭാഗവും. ഇത്ര മനസ്സിലായില്ലേ? നമുക്കൊട്ടും ചുളുക്കൊന്നുമില്ലാണ്ട് നമ്മുടെ തുണിയെ നല്ല രീതിയിലൊന്ന് നിവർത്തിയിടാം. ഇതേ ഈ രീതിയിലൊന്ന് നിവർത്തിയിടുക. നമുക്ക് ഈ ഒരു ഭാഗത്താണ് ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്യേണ്ടത്. ഇനി നമുക്ക് താഴേക്ക് ഇറക്കം മാർക്ക് ചെയ്യാം. ഈ ഒരു ഭാഗത്ത് നിന്ന് താഴേക്കാണ് നമ്മൾ ഇറക്കം മാർക്ക് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് ഈ ഒരു ഫോൾഡ് ചെയ്ത ഭാഗമില്ലേ, ഈ ഫോൾഡ് ചെയ്ത ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് ഷോൾഡർ, ഈ ഒരു ഭാഗത്ത് നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്യാം, ഈ ഒരു ഭാഗത്ത് നിന്ന് ഷേപ്പ് മാർക്ക് ചെയ്യാം, ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ഹിപ്പ് മാർക്ക് ചെയ്യാം, ഈ ഒരു ഭാഗം നമ്മുടെ താഴ്ഭാഗത്ത് പടി മടക്കിയിരിക്കുന്ന ഭാഗവും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഇതിനെ ഓരോ മാർക്കിങ്ങുകളുമായിട്ട് ചെയ്യാം കേട്ടോ. വളരെ സിമ്പിളാണ്. ശ്രദ്ധിച്ച് മനസ്സിലാക്കി ഓരോ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അടിപൊളിയായിട്ട് തന്നെ ചുരിദാർ തയ്ക്കാൻ പറ്റും. അപ്പം ഓരോ സ്റ്റെപ്പ് നിങ്ങൾ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഞാൻ പറയാം, ഇതിൻ്റെ അളവ് ഞാൻ ബോഡിയിൽ നിന്ന് എടുത്തു വെച്ചിട്ടുള്ള അളവാണ്. നമുക്ക് ഇറക്കം കിട്ടിയിരിക്കുന്നത് 43 ഇഞ്ചാണ്. ചെസ്റ്റ് വണ്ണം 38, ഷേപ്പിൻ്റെ ഭാഗത്തെ വണ്ണം 31, ഹിപ്പിൻ്റെ ഭാഗത്തെ വണ്ണം 38 ഇഞ്ചുമാണ്. അതേപോലെ ഷോൾഡർ നമുക്ക് കിട്ടിയിരിക്കുന്ന 15.5, കൈയുടെ ഇറക്കം നമുക്ക് കിട്ടിയിരിക്കുന്ന 11.5, കൈയുടെ മുകൾ ഭാഗത്തെ എണ്ണം 13, കൈയുടെ താഴ്ഭാഗത്തെ വണ്ണം 10. ലെഗ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ബാക്ക് 3.5 ഇഞ്ചും ഫ്രണ്ട് 8 ഇഞ്ചുമാണ് കേട്ടോ. അതുപോലെ കൈക്കുഴി നമുക്ക് 18 ഇഞ്ചാണ്, സ്ലിറ്റിൻ്റെ ഇറക്കം 20 ഇഞ്ചുമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ താഴെ ബോട്ടം ഭാഗത്തെ വണ്ണം നമുക്ക് കിട്ടിയിരിക്കുന്നത് 12 ഇഞ്ചും. അപ്പോൾ ഈ ഒരു അളവ് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ചുരിദാർ കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മളൊരു മാർക്കിങ്ങുകളൊക്കെ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം കേട്ടോ. ആദ്യം നമ്മളുടെ ചുരിദാർ തയ്ക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഷോൾഡർ എത്രയാണ് നോക്കാം. ഷോൾഡർ നമുക്ക് ഇട്ടിരിക്കുന്നത് 16 ഇഞ്ചാണ് കേട്ടോ. അപ്പം നമ്മൾ ആദ്യം മാർക്ക് ചെയ്യുന്നത് ഷോൾഡറാണ്. അപ്പോൾ ഷോൾഡറിൻ്റെ പകുതി എടുക്കുക. 16 ഇഞ്ചാണ്, അതിൽ നിന്ന് പകുതി എടുക്കുക. അപ്പോൾ നമുക്ക് 8 കിട്ടും. 8ൽ നിന്ന് 1/2 ഇഞ്ച് കുറച്ചിട്ട് നമുക്ക് 7.5 ഇഞ്ചിൽ ഒന്ന് മാർക്ക് ചെയ്യാം. നമ്മുടെ ബാക്കി കഴുത്തൊക്കെ ഇറക്കം കുറവായതുകൊണ്ട് നമുക്ക് 7.5 ഇഞ്ചിൽ തന്നെ നമുക്കൊന്ന് ഷോൾഡർ മാർക്ക് ചെയ്യാം. നമുക്കിവിടെ ഒരു മാർക്കിങ് 7.5 കൊടുത്തു. ആ സെയിം ഇറക്കം തന്നെ നമ്മളിവിടെ കൊടുത്തു. ഇവിടെ ഇങ്ങനെ കൊടുക്കുന്നതിൻ്റെ കാരണം നമുക്കിങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ വയ്ക്കുമ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും മാറി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഈ ഒരു അളവ് തന്നെ സെയിം ഒരു മാർക്കിങ് കൊടുക്കുന്നത്. അല്ലാതെ ഇതിൽ വേറെ ഒരു കാര്യമില്ല കേട്ടോ. ഇത് നമ്മുടെ കൈക്കുഴി എടുക്കാം. ഞാൻ കൈക്കുഴി 7 ഇഞ്ചിൽ തന്നെയാണ് എടുക്കുന്നത്. ഇതേപോലെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈന് 7 ഇഞ്ചിലൊന്ന് വരച്ചു കൊടുക്കാം. ഒരു 7 ഇഞ്ച് അവസാനിക്കുന്നിടത്ത് നമുക്ക് ഇതേപോലെ ഒരു മാർക്കിങ് കൊടുക്കാം. നമുക്കിവിടെ 7 ഇഞ്ച് അവസാനിച്ചു എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മാർക്കിങ് കൊടുക്കുന്നത്. ഈ ഒരു മാർക്കിങ്ങിനാണ് നമ്മൾ ചെസ്റ്റ് ലൈൻ വരയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ അടുത്തത് നമ്മൾ ഷേപ്പിൻ്റെ ഭാഗത്തെ വണ്ണമാണ്. നമ്മൾ 14.5 ഇഞ്ചിലാണ് ഷേപ്പിൻ്റെ ഭാഗത്തെ നമുക്ക് ഷോൾഡറിന് താഴേക്ക് ഒരു 14.5 ഇഞ്ചിലാണ് നമ്മൾ മാർക്കിങ് കൊടുക്കുന്നത്. ആ മാർക്കിങ് ഇതേപോലെ നമ്മളൊന്ന് കൊടുത്തു.
നമ്മുടെ സ്ലിറ്റിൻ്റെ ഇറക്കമാണ്. നമ്മുടെ സ്ലിറ്റിൻ്റെ ഇറക്കം 20 ഇഞ്ചാണ്. അപ്പോൾ ഷോൾഡറിൽ നിന്ന് നമുക്ക് തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് 20 അര വേണം. ആ 20 അര ഷോൾഡറിൽ നിന്ന് ഇതേപോലെ താഴേക്ക് വെച്ചിട്ട് നമ്മൾ 20 അരയിൽ ഒന്ന് മാർക്ക് ചെയ്തു. അപ്പോൾ ഈ 3 മാർക്കിങ്ങുകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് ചെസ്റ്റ്, ഒന്ന് ഷേപ്പ്, ഒന്ന് ഹിപ്പിൻ്റെ ഭാഗത്തെ വണ്ണം. ഈ 3 മാർക്കിങ്ങുകൾ ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ചുരിദാറിൻ്റെ ആവശ്യമുള്ളത്. ഇത് വെച്ചിട്ട് നമ്മൾ ഓരോ മാർക്കിങ്ങുകളൊന്നും ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചെസ്റ്റിൻ്റെ ഭാഗത്തെ വണ്ണമാണ് ഫസ്റ്റ് മാർക്ക് ചെയ്യുന്നത്. 38 ഇഞ്ചാണ് നമുക്ക് ചെസ്റ്റിൻ്റെ വണ്ണം കിട്ടിയിരിക്കുന്നത്. ആ വണ്ണത്തിന് നമുക്ക് 4 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 9.5 ഇഞ്ചാണ് നമുക്ക് കിട്ടുന്നത്. ആ 9.5 ഇഞ്ചിൻ്റെ കൂടെ നമ്മൾ 1 ഇഞ്ച് ലൂസും കൂടെ കൂട്ടിയിട്ട് 10.5 ഇഞ്ചിലാണ് നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്യുന്നത്. മനസ്സിലായോ? നമ്മളുടെ ചെസ്റ്റിൻ്റെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 9.5 കിട്ടിയത്. ആ 9.5 കൂടെ നമ്മൾ ലൂസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ആ കറക്റ്റ് അളവ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ടൈറ്റായിട്ട് നിൽക്കുകയല്ലേ, അങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് ഫിറ്റിങ്സിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ബാക്കിനൊക്കെ ഇറങ്ങാത്തത് കൊണ്ടും വീനൊക്കെ ഇങ്ങനെ ഇറങ്ങിയ വീനക്കും ബാക്കി ഇറങ്ങാത്തത് കൊണ്ടും നമുക്ക് ചെസ്റ്റ് അളവിൻ്റെ കൂടെ ലൂസിന് വേണ്ടിയിട്ട് 1 ഇഞ്ചും കൂടെ കൂട്ടി 9.5 കൂടെ 1 ഇഞ്ചും കൂടെ കൂട്ടി 10.5 ഇഞ്ചിൽ നമ്മൾ ഇതേപോലെ ടേപ്പ് വെച്ചിട്ട് ഈ 10.5 ഇതേപോലെ വരുന്ന രീതിയിൽ ഒന്ന് ടേപ്പ് വെച്ചിട്ട് നമുക്കിങ്ങനെ ഒരു മാർക്കിങ് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിപ്പോൾ നമ്മുടെ ലൂസും നമ്മുടെ ചെസ്റ്റിൻ്റെ കറക്റ്റ് വണ്ണവുമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് തയ്യൽ തുമ്പാണ്. നമ്മളൊരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൊടുക്കാം. ഇതേപോലെ 1.5 ഇഞ്ച് നമ്മളൊന്ന് തയ്യൽ തുമ്പ് കൊടുത്തു. ഇനി നമ്മുടെ ഷേപ്പിൻ്റെ ഭാഗത്തെ വണ്ണമാണ് 31.5 ഇഞ്ച് വണ്ണമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിനെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? ഏകദേശം ഒരു 7.25 അതിൻ്റെ കൂടെ നമ്മൾ ലൂസിന് വേണ്ടിയിട്ട് ഒരു 3/4 ഇഞ്ചും കൂടെ കൂട്ടി നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ 7.25 കൂടെ 3/4 ഇഞ്ചും കൂടെ, അപ്പോൾ 8.5 ഇഞ്ചിൽ നമുക്കിതൊന്ന് മാർക്ക് ചെയ്യാം. ഇതേപോലെ ടേപ്പ് വയ്ക്കുക. എന്നിട്ട് കറക്റ്റ് നമ്മൾ 8.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള അകലം നമ്മളെടുത്തിരിക്കുന്നത് നമ്മുടെ ഷേപ്പിൻ്റെ ഭാഗത്തെ വണ്ണം /4, അതിൻ്റെ കൂടെ ഒരു 3/4 ഇഞ്ച് ലൂസ് ചേർത്തു കേട്ടോ. അത് നമുക്ക് കറക്റ്റ് നമ്മുടെ ഫിറ്റിങ്സിന് കിട്ടാനുള്ള ഒരു അളവ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി നമ്മൾ തയ്യൽ തുമ്പ് എക്സ്ട്രാ ചേർക്കണം. അപ്പോൾ നമ്മൾ 1.5 ഇഞ്ച് ഇതേപോലെ തയ്യൽ തുമ്പ് ആഡ് ചെയ്തു. ഇനി നമ്മൾ ഹിപ്പിൻ്റെ ഭാഗത്തെ വണ്ണമാണ്. ഹിപ്പിൻ്റെ ഭാഗത്തെ വണ്ണം എനിക്ക് കിട്ടിയിരിക്കുന്നത് 38 ഇഞ്ചാണ്. അതിൻ്റെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9.5 ഇഞ്ച് കിട്ടും. അതിൻ്റെ കൂടെ നമ്മൾ ലൂസിന് വേണ്ടിയിട്ട് 1/2 ഇഞ്ചാണ് ചേർക്കുന്നത് കേട്ടോ. അത് കൂടുതൽ ഒട്ടും ചേർക്കേണ്ട, കുറച്ച് കൂടുതൽ ചേർക്കാൻ നമുക്ക് ലൂസായി പോകും നമ്മുടെ ഹിപ്പിൻ്റെ ഭാഗത്തെ വണ്ണം. അപ്പോൾ നമ്മൾ 9.5 കൂടെ 1/2 ഇഞ്ചും കൂടെ കൂട്ടി 10 ഇഞ്ചിൽ ഇതേപോലെ മാർക്ക് ചെയ്തു. ടേപ്പ് ഇതേപോലെ കറക്റ്റായി 10 ഇഞ്ചിൽ വയ്ക്കുക. നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്തു. നമ്മളിവിടെ 1 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുക്കുന്നത്. ഇവിടെയൊക്കെ 1.5 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് 1 ഇഞ്ചിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിവിടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തു. ഈ ഭാഗത്തെ വണ്ണം എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. നമ്മുടെ ഹിപ്പിൻ്റെ ഭാഗത്തെ വണ്ണത്തിന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം നമ്മൾ 1/2 ഇഞ്ച് ലൂസ് കൊടുത്തു. എന്നിട്ട് നമ്മൾ 1/2 ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഹിപ്പിൻ്റെ ഭാഗത്തെ വണ്ണവും അതിലൂടെ 1/2 ഇഞ്ച് കൂടെ കിട്ടിയതാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തത്. 1 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പും കൊടുത്തു. എന്നിട്ട് നമ്മൾ ഈ ഒരു മാർക്കിങ് വരെയുള്ളത് നമുക്ക് ടേപ്പ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് അളന്ന് നോക്കാം. ഇനി നമുക്ക് ഹിപ്പ് റൗണ്ട് എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മൾക്ക് ഇവിടെ എത്രയാണോ നമ്മളുടെ അളവ് ഇട്ടിരിക്കുന്നത്, ഇവിടം തൊട്ട് നമ്മൾ തയ്യൽ തുമ്പ് ഇട്ടോടം വരെയുള്ള നമുക്ക് ടേപ്പ് വെച്ച് ഇതേപോലെ ഒന്ന് അളന്ന് നോക്കാം. അപ്പോൾ നമുക്ക് 11 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ 1 ഇഞ്ചും കൂടെ കൂട്ടി 12 ഇഞ്ചിൽ നമ്മളിവിടെ ഒന്ന് മാർക്ക് ചെയ്യാം. കറക്റ്റ് 12 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്തു. അതിൻ്റെ കൂടെ നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൊടുത്തു. എങ്ങനെയാണ് കിട്ടിയെന്ന് മനസ്സിലായല്ലോ. ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള അളവിൻ്റെ അളവ് നമ്മൾ കറക്റ്റ് നടന്ന് നോക്കുക. അതിൻ്റെ കൂടെ നമ്മൾ 1 ഇഞ്ചും കൂടെ കൂടുതലെടുത്തിട്ട് ആ 1 ഇഞ്ചും കൂടെ കൂട്ടി ഇവിടെ മാർക്ക് ചെയ്തു. പിന്നെ നമ്മൾ എക്സ്ട്രാ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തു. അപ്പോൾ ഇത്ര അളവുകൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇവിടം തൊട്ട് ഇവിടെയുള്ള മാർക്കിങ്ങും ഇവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് ഇങ്ങോട്ടും നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ വെച്ചിട്ട് നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഇതേപോലെ കറക്റ്റായിട്ട് നമ്മളൊന്ന് ജോയിൻ ചെയ്തെടുക്കുക. ഇതേപോലെ ജോയിൻ ചെയ്തെടുക്കുക. വീണ്ടും നമ്മൾ താഴേക്ക് ഇതേപോലെ ഒന്ന് ടേപ്പ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക.
ഇതേപോലെ നമ്മളൊന്ന് ജോയിൻ ചെയ്തെടുക്കും. നമ്മൾ പിന്നെ ആം റൗണ്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഇതേപോലൊരു കർവ് വെച്ചിട്ടാണ് ഞാൻ വരയ്ക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് വരച്ചെടുക്കുന്നത് നോക്കാം. നമ്മൾ ഈ കർവ് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ആ ഷേപ്പിലൊന്ന് വരച്ചെടുക്കാം. ഇതേപോലെ ഷേപ്പിലൊന്ന് നമുക്ക് വരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ആം ഹോളിൻ്റെ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കിൽ ടക്കിടാനുള്ള കാണിച്ചു തരാം. അതേപോലെ ഫ്രണ്ട് ആം ഹോൾ നമുക്കൊന്ന് കുഴിച്ചും വെട്ടിയെടുക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു മാർക്കിങ്ങുകളെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ബാക്കി പീസ് ഒക്കെ ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്കിത് സ്ലീവിനൊക്കെ ഉപയോഗിക്കാനായിട്ട് നമ്മൾ ഇതേപോലെ മടക്കിയിട്ട് അത്ര ഒരു വീതിയിൽ കിട്ടുന്ന രീതിയിൽ നമ്മളൊന്ന് മടക്കിയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. നമുക്കിത് സ്ലീവ് കട്ട് ചെയ്യാൻ നേരം എടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ഹിപ്പിൻ്റെ ഭാഗത്ത് നമ്മൾ സ്ലിറ്റ് ഇടുന്ന ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഇത് സ്ലിറ്റാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരു ചെറിയ കട്ടിങ് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കിതിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യാം. നമ്മളിതേപോലെ നമ്മുടെ ഷോൾഡർ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യാം. ഇതേപോലെ നമ്മളൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രണ്ട് പീസ് നമ്മൾ ഈ മാർക്കിങ് ചെയ്തിരിക്കുന്ന ഫ്രണ്ട് പീസാണ്. അത് നമുക്ക് ഇതേപോലെ ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് ബാക്ക് പീസിൽ നമ്മുടെ ടക്കിൻ്റെ മാർക്കിങ്ങുകളൊക്കെ ഒന്ന് കറക്റ്റ് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുണ്ട്, ഇത് ബാക്ക് പീസാണ്. ഇത് നമ്മുടെ ഫ്രണ്ട് പീസും. ഞാനിത് എടുത്ത് മാറ്റാതെ ഇതിങ്ങനെ വളരെ സോഫ്റ്റായി തോന്നിയതുകൊണ്ട് നമ്മൾ എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്ന് സെറ്റ് ചെയ്യാൻ ഇച്ചിരി പാടായിരിക്കും. അതുകൊണ്ടാണ് ഞാനത് ഇതിൽ തന്നെ വെച്ച് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് 9.5 ഇഞ്ച് നമ്മളിത് ഫോൾഡ് ചെയ്ത ഭാഗമാണ് കേട്ടോ. ബാക്ക് പീസാണ്, ഫോൾഡ് ചെയ്ത ഭാഗമാണ്. നമുക്ക് താഴേക്ക് ഒരു 9.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതിനുശേഷം വീണ്ടും നമുക്കൊരു 9 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുത്തുനിന്ന് താഴേക്ക് ഒരു 9 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു ഫോൾഡ് ചെയ്ത ഭാഗത്തുനിന്ന് ഇങ്ങോട്ടേക്ക് നമുക്കൊരു 4 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതേപോലെ ഈ ഒരു ഫോൾഡ് ചെയ്ത ഭാഗത്ത് ഇങ്ങോട്ടേക്ക് നമുക്ക് 4 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു പോയിന്റിൽ നമുക്കിതേപോലെ വിരളൊന്ന് പിടിച്ചിട്ട് ഇതേപോലെ മറുഭാഗത്തും ആ പോയിന്റ് വരാൻ വേണ്ടി നമുക്കിതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം. ഇവിടെ അതേപോലെ നമുക്കൊന്ന് വിരൽ ചേർത്ത് പിടിച്ചിട്ട് നമുക്ക് മറുഭാഗത്തുനിന്ന് പോയിന്റ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ രണ്ട് ഭാഗത്തും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുണ്ട്, ഇവിടെ ഒരു മാർക്കിങ്, ഇവിടെ ഒരു മാർക്കിങ്. അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലും 2 ടക്ക് വേണമല്ലോ. അപ്പോൾ 2 സൈഡിൽ നമ്മൾ ആ മാർക്കിങ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പീസിനെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ ഫ്രണ്ട് പീസ് ഇതേപോലെ ഒന്ന് 2ആയിട്ട് മടക്കി വയ്ക്കാം. കറക്റ്റ് നമുക്കിങ്ങനെ വയ്ക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടു. ഇവിടെ നമ്മൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പോയിന്റ് തൊട്ട് ഇവിടെ വരെ എത്രയുണ്ടെന്ന് അളന്ന് നോക്കാം. ഇതേപോലെ നമ്മളൊന്ന് അളന്നു. അപ്പോൾ നമുക്ക് 8.5 കിട്ടിയിരിക്കുന്നത്. 8.5യുടെ പകുതി 4.25 ഇഞ്ചിൽ നമുക്ക് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്യാം. 4.25 ഇഞ്ചിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് നമുക്ക് അകത്തേക്കൊന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ ഒരു മാർക്കിങ്ങിന് ഇതേപോലെ നമുക്കൊരു മാർക്കിങ് കൊടുക്കാം. ഇതാണ് നമ്മളുടെ കുഴിച്ചു വിടേണ്ട ഭാഗം കേട്ടോ. ഒന്നും കൂടെ പറഞ്ഞുതരാം. ഇവിടെ നിന്ന് നമ്മൾ തയ്യൽത്തും 1/2 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇവിടെ നമ്മൾ നേരത്തെ തന്നെ 1.5 ഇഞ്ച് തയ്യൽത്തും ഇട്ടിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നിന്ന് ഇവിടെ വരെ എത്രയുണ്ടെന്ന് നമ്മളൊന്ന് നടന്നു നോക്കുക. അതിൻ്റെ സെൻറ്റർ കാണുക. ആ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ആ മാർക്കിങ്ങിന് നമ്മൾ ഇതേപോലെ നമുക്ക് ഇങ്ങനെ നമുക്ക് കൈപ്പിടി കുഴിച്ചു വിടാനുള്ള ഭാഗം ഒന്ന് ഡോട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിതേപോലെ ഒന്ന് കൈപ്പിടി കുഴിച്ചു വിടാനുള്ള ഭാഗം മാർക്കിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ നമ്മൾ 1.5 ഇഞ്ച് അകത്തേക്ക് മാർക്ക് ചെയ്ത ഭാഗം ടച്ച് ചെയ്ത് നമുക്കിതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ടോപ്പിൻ്റെ കട്ടിങ്ങുകളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ സ്ലീവാണ് കട്ട് ചെയ്യാനുള്ളത്. അത് നമുക്ക് ഇതിൻ്റെ നല്ല തുണിയിൽ വെച്ചൊന്ന് കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ സ്ലീവ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് ഈ 2 പീസും ഒന്ന്
ഇതാണ് നമ്മളുടെ നല്ല തുണിയെ. ഈ തുണിയിൽ നമ്മുടെ ലൈനിങ് ആണ് കറക്റ്റായിട്ട് വെട്ടിയിരിക്കുന്നത്. അത് വെച്ചിട്ട് നമുക്കൊന്ന് കറക്റ്റ് വെട്ടിയെടുക്കാം. നമുക്കിതും ഒന്ന് നമ്മൾ ലൈനിങ് മടക്കിയിട്ടിരിക്കുന്നതിനുള്ള തന്നെ ഒന്ന് മടക്കിയെടുക്കാം. നമ്മുടെ പൂക്കൾ ഇതേപോലെ മുകളിലോട്ടാണ് നോക്കുക. അപ്പോൾ ഇതിൻ്റെ പൂക്കളൊക്കെ ഇതുണ്ടോ മുകളിലേക്കാണ് മുട്ടുമൊക്കെ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗം ഈ വശത്തേക്ക് വരണം. മനസ്സിലായില്ലേ? നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗം ഈ വശത്തേക്ക് വരുന്ന രീതിയിലാണ് വെക്കേണ്ടത്. ഈ വശത്തായിട്ട് നമ്മുടെ ഷോൾഡർ വരയ്ക്കുവാണെങ്കിൽ താഴേക്ക് ഈ ഒരു സൈഡിലാണെങ്കിൽ പൂക്കളൊക്കെ തലകുത്തി നിൽക്കുന്ന പോലെ വരും. അപ്പോൾ നമ്മളുടെ പൂക്കളൊക്കെ മുകളിലേക്ക് വരുന്ന രീതിയിൽ വയ്ക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്താണ് ഷോൾഡർ വരേണ്ടത്. അപ്പോൾ ഞാനിത് രണ്ടായിട്ടാണ് മടക്കിയിട്ടിരിക്കുന്നത്. ഇത് ഓപ്പണായിട്ടുള്ള ഭാഗമാണ്. ഇതുണ്ടോ ഓപ്പണായിട്ടുള്ള ഭാഗമാണ്. ഇതിനെ നമ്മൾ കറക്റ്റ് ഒന്നും കൂടെ മടക്കാം. ഒന്നും കൂടെ നമ്മളിതേപോലെ വെച്ച് മടക്കി ബാക്കി ഭാഗം നമുക്ക് കൈക്ക് വേണ്ടിയതാണ് കേട്ടോ. ഈ ഒരു ഭാഗം നമുക്ക് കൈക്ക് വേണ്ടിയത്. അപ്പോൾ നമ്മളിതേപോലെ കറക്റ്റായിട്ടൊന്ന് മടക്കിയിട്ടു. നമുക്കിതിൻ്റെ ഇറക്കം എത്രയാണ് വേണ്ടിയെന്ന് നോക്കാം. നമുക്ക് ഈ ഒരു ടോപ്പിൻ്റെ വേണ്ടുന്ന ഇറക്കം 43 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ 43ൻ്റെ കൂട്ടത്തിൽ 1.5 ഇഞ്ചും കൂടെ തയ്യൽത്തുമ്പോൾ എക്സ്ട്രാ ചേർക്കണം. നമുക്ക് താഴ്ഭാഗവും മടക്കിയടിക്കണം, മുകളിലും 1/2 ഇഞ്ച് തയ്യൽത്തുമ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ പോകും. അപ്പോൾ ഇതിന് രണ്ടിനും കൂടെ വേണ്ടിയിട്ട് നമ്മൾ 1.5 ഇഞ്ച് എക്സ്ട്രാ എടുക്കണം. അപ്പോൾ 43 ഇഞ്ചാകുമ്പോൾ നമുക്ക് മൊത്തം വേണ്ടി ഇറക്കം 44.5 ഇഞ്ച് ഇറക്കമാണ് നമുക്ക് നല്ല തുണിയിൽ വേണ്ടിയത്. അപ്പോൾ ആ 44.5 ഇഞ്ച് ഇറക്കം നമുക്ക് ടേപ്പ് ഇതേപോലെ ഒന്ന് വെച്ചിട്ട് ഇത് കറക്റ്റ് 44 ഇഞ്ച് ഇറക്കമുള്ളൂ. അപ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് നമ്മൾ ഈ 44 ഇഞ്ച് തന്നെ വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിതേപോലെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മുടെ ലൈനിങ്ങിനെ ഒന്ന് എടുത്ത് വയ്ക്കാം. നമ്മുടെ ഫ്രണ്ട് പീസ് എടുത്ത് മാറ്റി വയ്ക്കാം. ഫ്രണ്ട് പീസ് ഇട്ടൊരിക്കലും നമ്മുടെ ബാക്ക് പീസ് ഒന്നിച്ചിടുമ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസ് ഇട്ട് കട്ട് ചെയ്യരുത്. കാരണം കുഴിച്ചു വെട്ടിയ ഭാഗമാണ്. കൈ നമ്മൾ കുഴിച്ചു വെട്ടിയിട്ടുണ്ട്. അപ്പം ബാക്ക് പീസിലേക്ക് നമുക്ക് കുഴിച്ചു വെട്ടേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഫ്രണ്ട് പീസ് എടുത്ത് മാറ്റി വെച്ചിട്ട് ബാക്ക് പീസ് വെച്ചിട്ട് വേണം നമ്മുടെ ഫ്രണ്ട് ഇങ്ങനെ നമ്മൾ രണ്ടും ഒന്നിച്ചിട്ട് വെട്ടുമ്പോൾ കട്ട് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ ഒന്ന് കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഷോൾഡറൊക്കെ കറക്റ്റ് വരുന്ന പോലെ നമുക്ക് വയ്ക്കാം. ഇരു ഭാഗവും ഞാൻ ഇച്ചിരി കൂടുതൽ ഇട്ടിട്ടാണ് വെട്ടുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചത് എങ്ങനെയാണ് വെട്ടുന്നതെന്ന്. ഞാൻ ഇതുണ്ട് ഒരു ഇത്രയും കൂടുതൽ ഇട്ടിട്ടാണ് വെട്ടുന്നത്. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്താണ് ഈ കൂടുതലുള്ള ഭാഗങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നത്. നമ്മുടെ ലൈനിങ് എപ്പോഴും കറക്റ്റ് അളവാണ്. അപ്പോൾ ഞാൻ ഇതേപോലെ ബാക്ക് ഫ്രണ്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ബോഡി കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ സ്ലീവ് കട്ടിങ് നിങ്ങൾക്ക് ഉടനെ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒത്തിരി ഡാർക്കായിട്ടുള്ള ചോക്ക് വെച്ച് വരയ്ക്കരുത്. ഞാൻ നിങ്ങൾക്ക് വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇതേപോലെ വരച്ചിരിക്കുന്നത്. ഞാനെല്ലാം തുടച്ച് കളഞ്ഞിട്ടാണ് കസ്റ്റമർക്ക് കൊടുക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ കാണാവുന്ന രീതിയിൽ ചോക്കിന് മാർക്കിങ് കൊടുക്കരുത്. സെയിം കളറായിട്ടുള്ള തന്നെ ചോക്ക് തിരഞ്ഞെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അറിയില്ല നമ്മൾ മാർക്ക് ചെയ്താൽ. അപ്പോൾ ഞാനിത് ഏതൊക്കെയാലും അത് റിമൂവ് ചെയ്ത് കളയുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഇപ്പോൾ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ ലൈക്ക് ചെയ്യാൻ മറന്നുപോയവരെല്ലാം ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. അതേപോലെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒക്കെ നിങ്ങൾ കമൻറ്റായിട്ടൊന്ന് അറിയിക്കുക. ബെൽ ബട്ടനെ ക്ലിക്ക് ചെയ്തിടുവാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ സ്ലീവ് കട്ടിങ് ഉടനെ ഞാൻ ഇടുന്നുണ്ട്. അതേപോലെ ഇതിൻ്റെ സ്റ്റിച്ചിങ് ഞാൻ കറക്റ്റായിട്ട് എല്ലാ ഭാഗങ്ങളും കാണിക്കുന്നുണ്ട്. നെക്ക് ക്യാൻവാസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ആ ക്യാൻവാസ് കട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.